ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മോർണിംഗ് തൊട്ട് ഒരു ഉച്ച വരെയുള്ള കുറേ കാര്യങ്ങളും പിന്നെ കുറച്ച് ടോയ്സിൻ്റെ ഡീക്ലട്ടറിങ്ങും ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡെയിലി എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാം, എങ്ങനെ കുറച്ച് സമയത്തിൽ നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും കടലയാണ്, വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇനി കഴിക്കാനുള്ള സമയമായി. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും അരിപ്പുട്ടും ഉണ്ടാക്കും, അതുപോലെ ഓട്സ് പുട്ടും ഉണ്ടാക്കും. ചില സമയത്ത് റാഗി പുട്ടും ഉണ്ടാക്കും. ഞാനൊരു ഡയറ്റിലായതുകൊണ്ട് ഞാൻ മിക്കവാറും ഓട്സ് റാഗി അങ്ങനത്തെയാണ് കഴിക്കാറ്. ചില ദിവസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അരിപ്പുട്ടും കഴിക്കാറുണ്ട് കേട്ടോ. അതാ എൻ്റെ പ്ലേറ്റ് ആയിരുന്നു അത്. ഇനിയിപ്പോൾ ലഞ്ചിന് നെയ്ച്ചോറും അതുപോലെ നാടൻ ചിക്കൻ കറി, നാടൻ ചിക്കൻ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വിചാരിക്കുന്നത്. നാടൻ ചിക്കൻ എപ്പോഴും കിട്ടാറില്ല. ഞാൻ മിക്കപ്പോഴും ലുലുവിൽ പോകുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കിട്ടലുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ ഇന്ന് എന്തായാലും നാടൻ ചിക്കൻ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെ ഒരു ദിവസത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാം, അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് രാവിലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ പ്ലാനിങ്ങിൻ്റെ പരിപാടി എല്ലാവർക്കും സ്യൂട്ടബിൾ ആവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി തലേ ദിവസമോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യില്ലേ, നമ്മൾ കിച്ചണിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയറായി സെറ്റായിട്ടിരിക്കും കേട്ടോ. എന്താണ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നന്നായിട്ടിരിക്കും. ഇനി അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സമയം അനുസരിച്ച്, ഇപ്പോൾ ഒരു വർക്കിംഗ് ലേഡിയാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഉള്ള സമയങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ള സമയം കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ രാവിലെ കുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതല്ല നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഈ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് രാവിലെ ഫിനിഷ് ഓഫ് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം അതുപോലെ നമ്മളുടെ ഒരു കംഫർട്ടബിൾ ടൈം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ചെയ്ത സമയമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലർക്ക് അതിരാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷെ ചിലർക്ക് അത്ര നേരത്തെ എഴുന്നേൽക്കാൻ ഇഷ്ടമില്ല. ഒരു ആവറേജ് ടൈം 6 എഴുന്നേറ്റ് പിന്നെ നേരത്തെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതിരാവിലെ എഴുന്നേറ്റാൽ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റീവ് ആവൂ, അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് രാവിലെ എഴുന്നേറ്റ് പിന്നെ അത്യാവശ്യം നേരത്തെ കിടന്നുറങ്ങി നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇനിയത്തെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി പ്ലാൻ ചെയ്യാവുന്നതാണ് ഒരു ടു ഡു ലിസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു തീർക്കുന്നത് ഏതാണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും കൂടി ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ടു ഡു ലിസ്റ്റ്. ഇനി നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെ സമയത്തിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്, എത്ര സമയം നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ തരം ഡിസ്ട്രാക്ഷൻസ് വരും. നമ്മളായിട്ടുണ്ടാക്കുന്ന ഡിസ്ട്രാക്ഷൻസ്, മൊബൈൽ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് വരാം. അതുപോലെ ആവശ്യമില്ലാതെ പുറത്തുനിന്ന് വരുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ചില ഫോൺ കോൾസ് ആവാം, പിന്നെ നമ്മുടെ വീട്ടിലാരെങ്കിലും ചില സീരിയൽസ് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഓൺ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാം. അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് നമുക്ക് തന്നെ അതിനോട് നോ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റണം. അതിൻ്റെ കൂടെ ഇനിയും സമയം കുറവുള്ള ആൾക്കാർക്ക് ആ സമയത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈമേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് കുറച്ച് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ ടൈം ലിമിറ്റ് കൊടുക്കാം. ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ കുക്കിംഗ് ഫിനിഷ് ചെയ്യും, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ക്ലീനിങ് ഫിനിഷ് ചെയ്യും, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് ഫിനിഷ് ചെയ്യും എന്ന് നമ്മൾ ലിമിറ്റ് വെക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു എനിക്ക് ഇത്ര സമയം കൂടിയേ ഉള്ളൂ, ഞാനത് വേഗം ഫിനിഷ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യം നമ്മുടെ തലയിലുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസിലോട്ട് പോകത്തില്ല.
അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ സമയത്തിനെ മാനേജ് ചെയ്യുന്ന കാര്യമാണ്. ഈ സമയത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നല്ല ആക്റ്റീവായിട്ടിരുന്നാലാണ് നമുക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം സമയം എപ്പോഴും നമ്മൾ സമയത്തിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പണിയെടുക്കാനുള്ള ഒരു എനർജി നമുക്ക് വേണ്ടേ. അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് കുറേ പണിയെടുക്കുന്നതിൻ്റെ കൂടെ നമ്മളിടയിൽ നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണം, നല്ലപോലെ വെള്ളം കുടിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതേപോലെ നമുക്ക് എപ്പോഴും പണിയെടുത്തുകൊണ്ടിരുന്നാൽ നമ്മളും എക്സോസ്റ്റഡ് ആവും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം ഒരു ഫൺ ടൈമിന് കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. ആ ഒരു രീതിയിൽ നമ്മുടെ ഡേയിനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഡേയിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പം കുക്കിംഗ്, ക്ലീനിങ് അതിൽ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നോർമലി നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിലാണ് പൊതുവേ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ആ ഡേയിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുന്നതൊക്കെയാവും നമ്മുടെ ലൈഫിലൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നമ്മുടെ ഡേയിൽ പ്ലാൻ ചെയ്ത് അതുണ്ടാവാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ നേരം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് അതിനകത്തോട്ട് മസാലകളെല്ലാം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ പുരട്ടി അതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് സവാളയെല്ലാം ആഡ് ചെയ്ത് പിന്നെ ഇതിനകത്തോട്ട് ആഡാക്കുന്നത്. രണ്ട് രീതിയിലും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. സവാളയൊക്കെ ആഡ് ചെയ്തിട്ട് ചിക്കനും കൂടി ഇട്ട് കുക്ക് ചെയ്തെടുക്കലുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ആദ്യമേ കുറച്ച് നേരമായി ഞാനത് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ചിക്കൻ അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അപ്പോൾ വേഗം തന്നെ മസാലയൊക്കെ പുരട്ടി, ശരിക്കും ആ മസാല എനിക്ക് നേരത്തെ തന്നെ പുരട്ടി വെക്കായിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. കാരണം ഞാൻ രാവിലത്തെ ജോലികൾ കഴിഞ്ഞിട്ട് പിന്നെ വർക്കൗട്ടിനൊക്കെ പോയി മോൻ്റെ കൂടെയൊക്കെ ഇരുന്ന് അതിന് ശേഷമാണ് പിന്നെ കിച്ചണിലോട്ട് വരുന്നത്. പിന്നെ നമുക്ക് ചിക്കൻ കറി, നെയ്ച്ചോറെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് വേഗം തന്നെ കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ കെറ്റിലിൽ എപ്പോഴും ചൂടുവെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാൻ കുക്കിങ്ങിന് യൂസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കാനും യൂസ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ ചൂടുവെള്ളം തന്നെ കുടിക്കുകയാണെങ്കിൽ കുറേയും കൂടി ഫാറ്റ് ലോസിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മഷ്റൂംസും ഇരിപ്പുണ്ടായി. അപ്പോൾ അതിന് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അതും അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചിക്കനുള്ള സവാളയും കൂടി നന്നാക്കി എടുക്കണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു കംഫർട്ട് സോണിൽ പെട്ടിട്ടുണ്ടാവും. നല്ല പോലെ നമ്മൾ കുക്കിംഗ്, ക്ലീനിങ് അതുപോലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. നല്ല പ്രൊഡക്റ്റീവ് തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിന്. അപ്പോൾ നമ്മൾ ഓർക്കും എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്, ഞാനൊരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആണ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. ശരിയാണ്, നിങ്ങളൊരു പ്രൊഡക്റ്റീവ് പേഴ്സൺ ആണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റേബിൾ കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് അച്ചീവ് ചെയ്യുന്ന, അതായത് നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങളും ഇത്ര ഒരു ലെവലിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇനിയും കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് അതേപോലെ ചെയ്ത കാര്യങ്ങളായിരിക്കരുത് പിന്നെ ചെയ്യേണ്ടത്. ഇനി എന്താണ് ഡിഫറെൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മുടെ കംഫർട്ട് സോണിൽ നമുക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റും. അപ്പം നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതല്ലാതെ എനിക്ക് ഫിറ്റ്നസ്സിന് കുറച്ചുകൂടി നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം. എങ്ങനെ കൂടുതൽ എക്സസൈസ് എന്ത് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡയറ്റ്, നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡല്ലാതെ നമ്മളെങ്ങനെ കുറച്ച് ഡയറ്റ് വ്യത്യാസം, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ റൂട്ടീനിൽ നമുക്ക് മാറ്റം വരും. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനിയും കൂടുതൽ കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ നമുക്കൊരു പുതിയ സ്കില്ല് പഠിക്കണം, എന്തെങ്കിലും പുതിയ കാര്യം, അതല്ല നമുക്കിനി ജോലിക്ക് പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻ്റായിട്ട് നമ്മുടെ സാധാരണ കാര്യങ്ങളിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ നോക്കിയിട്ട് നമ്മൾ സ്ലോലി ഒന്ന് പുഷ് ചെയ്യാം. നമ്മുടെ റൂട്ടീനിൽ എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. പക്ഷേ ഇനീഷ്യലി ഇത് ഭയങ്കര ടഫായിട്ട് തോന്നും കേട്ടോ. നമ്മളൊരു കംഫർട്ട് സോണിൽ നല്ല പോലെ സുഖിച്ച് ഇരുന്ന ആൾ പിന്നെ പുതിയൊരു കാര്യം വരുമ്പോൾ ആ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് 2-3 ഡേയ്സ് നല്ല ടഫായിട്ട് തോന്നും.
പക്ഷെ സ്ലോലി നമ്മുടെ പുതിയ റുട്ടീൻ സെറ്റായി വരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് എന്തുമാത്രം ഇനിയും പ്രൊഡക്റ്റീവ് ആവാനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സവാള വഴന്നിട്ടുണ്ട്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ എപ്പോഴും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി എടുക്കലുണ്ട് കേട്ടോ. അത് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ജിഞ്ചർ ഗാർലിക് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലും വെക്കും, ഒരു ബോട്ടിൽ ഫ്രിഡ്ജിലും ഉണ്ടാവും. അപ്പം എപ്പോഴാണ് ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചി എടുക്കേണ്ട, അതുപോലെ വെളുത്തുള്ളി പൊളിക്കേണ്ട, പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾ അവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. ഏതൊക്കെയോ ഫേമസ് പാട്ടുകൾ ഇങ്ങനെ പ്ലേലിസ്റ്റ് ഇട്ടിട്ട് ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ധനുഷിൻ്റെ പാട്ട് അങ്ങനെ. അപ്പോൾ എനിക്കും അത് കേട്ട് ഞാനും അത് ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോന് ഇതുപോലെ യെല്ലോ ബ്രേക്ക് ചെയ്യാത്ത ബുൾസൈ ആണ് ഇഷ്ടം. മോൾക്ക് അങ്ങനത്തെ ഇഷ്ടമേ അല്ല, സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുള്ള സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് മോളുടെ ഇഷ്ടം. ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി, എന്നാലും ഇപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എഗ്ഗ് ഉണ്ടാക്കി കൊടുക്കാം. അന്നത്തെ ദിവസം ഞാൻ എഗ്ഗ് കുറച്ച് ഒരു മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് എഗ്ഗ് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. എഗ്ഗും പാലുമാണ് മെയിൻലി ഇവിടെ കൊടുക്കൽ. പക്ഷേ ഞാൻ അന്നത്തെ ദിവസം വിട്ടുപോയി. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും എഗ്ഗ് കഴിക്കട്ടെ, ലഞ്ച് പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണേലും കൊടുക്കാമല്ലോ. പിന്നെ ആ ഒരു പാനിൽ തന്നെ ഞാൻ നമ്മുടെ കൂണില്ലേ, മഷ്റൂം തോലൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നൊരു പാൻ ഫ്രൈ പോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് മഞ്ഞളും കുരുമുളകും ഒക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ഫ്രൈ പോലെ ആക്കിയെടുക്കുകയാണ്. ഒരുപാട് സംഭവങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ, വേറെ ഉള്ളി അങ്ങനെയൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ഇതിൽ തന്നെ മസാല പുരട്ടിയിട്ടുണ്ടല്ലോ, എന്നിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മുടെ മസാലകൾ എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്ത്, തക്കാളി, പച്ചമുളക്, വേപ്പില എല്ലാം തന്നെ ആഡ് ചെയ്ത്, പൊടികൾ കുറച്ച് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ടല്ലോ അതും ആഡ് ചെയ്തിട്ട്, അപ്പോൾ പോരാത്തത് ഇതിനകത്ത് ആഡ് ചെയ്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വെന്ത് കിടക്കുന്ന ഒരുവിധം നമ്മൾ വേവിച്ചിട്ടുണ്ട്, ഒരു 3 വിസിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ചിക്കന് നമ്മൾ ഒറ്റ വിസിൽ അല്ലെങ്കിൽ 2 വിസിലുകൊണ്ട് തന്നെ സാധാരണ ചിക്കൻ വേവുമല്ലോ, നാടൻ ചിക്കന് കുറച്ചുകൂടി വേവുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ ചിക്കൻ കറി റെഡിയായി. കുറച്ച് കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും മിന്നൽ മുരളി മൂവി കാണുകയാണ് കേട്ടോ. അത് രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഫുഡ് റെഡി ആയപ്പോൾ ഞാൻ പെട്ടെന്ന് 2 റൂം ഒന്ന് ക്വിക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കാണ് കേട്ടോ. രാവിലെ കുറച്ച് തിരക്കിപ്പെട്ടുകൊണ്ട് എനിക്ക് ബെഡ് മേക്ക് ചെയ്യാനോ അതുപോലെ ഇതുപോലെ നമ്മുടെ പിക്കപ്പ് റൂട്ടീനോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തിടാം. അതുപോലെ ഈ ബെഡ് മേക്കിങ്ങിൽ ഞാൻ നല്ല പൊറോട്ട കേട്ടോ. എനിക്ക് നല്ല ചുളിവുകളില്ലാതെ ബെഡ് മേക്ക് ചെയ്യാനൊന്നും അത്ര വശമില്ല. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അങ്ങ് ചെയ്തിടണം, അത്ര തന്നെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സി ആവുന്ന ഒരു റൂമാണ് കേട്ടോ. പിന്നെ നമ്മൾ എത്ര തന്നെ ചെയ്തിട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും കുട്ടികളുള്ള വീടാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ പില്ലോ എടുത്ത് മാറ്റി വെച്ച് അങ്ങനെ ചെയ്യും. പക്ഷേ എന്നാലും നമ്മൾ കാണുമ്പോൾ നമ്മൾ പറ്റുന്ന പോലെ വീണ്ടും ചെയ്യും, അത്ര തന്നെ. അപ്പോൾ തൊട്ടപ്പുറത്തെ റൂം നമ്മൾ അത്യാവശ്യം പിക്കപ്പ് ചെയ്തല്ലോ, ഞാൻ വിചാരിച്ചു അതൊന്ന് വാക്യൂം ചെയ്തിടാം. അപ്പോൾ നമ്മുടെ റോബോട്ട് വാക്യൂം ക്ലീനർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ ആ റൂം അങ്ങ് ക്ലീൻ ആവുമല്ലോ. ബാക്കി നമ്മൾ പിക്കപ്പ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൂമിലോട്ട് ഞാൻ പോയപ്പോൾ ഈ റൂമിൽ ഇത് ഓൺ ചെയ്തിട്ടിട്ട് ഡോർ അങ്ങ് അടച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ വാക്യൂം ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത റൂമിൻ്റെ വൃത്തിയാക്കൽ കൂടി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും സമയം തന്നെ ഉണ്ടാവുള്ളൂ, കാരണം അപ്പോഴത്തേനും ലഞ്ച് ടൈം ആവും. സാരമില്ല, 2 റൂം അച്ചീവ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ല കാര്യം അല്ലേ. അപ്പോൾ ബെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കബോർഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ബുക്സും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും കച്ചറയാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി. പിന്നെ എപ്പോഴും ഒരു അറ്റൻഷൻ വേണ്ട ഒരു സ്ഥലമാണ് മോൻ്റെ സ്റ്റഡി ഏരിയ. വലിയ കുഴപ്പമുണ്ടാവലില്ല, എന്നാലും ബുക്സൊക്കെ അവിടെ നമ്മൾ കബോർഡിൻ്റെ മേലെ തന്നെ വെക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് മാറി മറിഞ്ഞൊക്കെ ഇരിക്കലുണ്ട്. ഒരുപാട്
വൃത്തിയാക്കി വെക്കലില്ല. എന്നാലും നല്ല മൂടുള്ള സമയത്താണെങ്കിൽ ഒന്ന് സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നു. ഇപ്പോൾ നെയ്ച്ചോറ് എനിക്ക് ഏറ്റവും എളുപ്പം ഇത് ഈ റൈസ് കുക്കറിൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ മിക്കവാറും ഞാൻ അതിൽ തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ എന്താ, ഏകദേശം ആയല്ലോ, ലഞ്ചൊക്കെ ആയി. ഇനിയിപ്പം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഇനി അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് ടോയ്സും കുറച്ച് പിള്ളേരെ സ്റ്റേഷനറി എല്ലാം ഒരു ഡീക്ലട്ടറിങ് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം അന്നത്തെ ദിവസം തന്നെ ചെയ്തതല്ലേ. അപ്പോൾ കോവിഡൊക്കെ തുടങ്ങിയ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോഴത്തേനും കുറേ പിള്ളേർ അകത്ത് തന്നെ. ഇപ്പോൾ നമ്മൾ ആ സമയത്ത് കുറേ കാർഡ്സ്, പലതരം കാർഡ് ഗെയിംസ് ഒക്കെ വാങ്ങിയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവർ അത്ര അധികം അത് കളിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് ഏതെങ്കിലും ഒരു ബോക്സിനകത്ത് കറക്റ്റായിട്ട് അറേഞ്ച്ഡായിട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ താഴെയൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ തുടങ്ങിയല്ലോ. ഈ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ടോയ് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ബോൾ മേലോട്ട് പോകും. അപ്പോൾ 2 പേര് നിന്ന് കളിക്കുമ്പോഴത്തേനും നമുക്ക് ആ ബോൾ ഈ സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമുള്ളൊരു ഗെയിമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനൊരു ബാസ്ക്കറ്റിനകത്തോട്ട് കുറേ ടോയ്സൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഒരു കബോർഡിൻ്റെ ഒരു സെക്ഷനിൽ അതുപോലെ ചെസ്സ് അങ്ങനെയുള്ള കുറച്ചൊന്ന് ഓർഡറാക്കി വെച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോയ്സ് എടുത്തു വെക്കലായിരുന്നു. കുറേ അധികം പെൻഡിങ് ഉള്ള ഡീക്ലട്ടറിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഞാൻ പയ്യെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്. അതായത് നമ്മളൊരു കംഫർട്ട് സോണിലാണെങ്കിൽ എങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളത് ചിന്തിക്കുക. എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം, നല്ലപോലെ പ്ലാൻ ചെയ്ത് ആക്റ്റീവായി സ്മാർട്ടായി കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.